സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 4:20 വാക്യം. നമ്മുടെ ലോകത്തിലെ സൃഷ്ടികൾക്ക് എല്ലാത്തരം അത്ഭുതകരമായ കഴിവുകളും ദൈവം നൽകിയിട്ടുണ്ട്. അവയെ നിരീക്ഷിക്കുന്നതിനും അവിടെ അറിവിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനും നമുക്ക് ജ്ഞാനം നൽകും. ഉറുമ്പുകൾ വിഭവങ്ങളുടെ ശേഖരത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. കുഴിമൊയിലുകൾ ആശ്രയയോഗ്യമായ പാർപ്പിടത്തിൻ്റെ മൂല്യം കാണിപ്പന്നു. വെട്ടുകിളികൾ എണ്ണത്തിന് ശക്തിയുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. സദൃശവാക്യം 30-25-27 വാക്യം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. ദൈവം തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു. ഇരിമ്യാവ് 10:12 പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. സൃഷ്ടിയുടെ പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിൻ്റെ അവസാനം അവൻ ചെയ്ത് നല്ലത് ആണെന്ന് അവൻ സ്ഥിരീകരിച്ചു. ഉൽപ്പത്തി 1:4, 10, 12, 18, 21, 25, 31 വാക്യം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഭൂമിയുടെ മീതെ ആകാശ വിധാനത്തിൽ പറപ്പാൻ പക്ഷികളെ സൃഷ്ടിച്ച അതേ ദൈവം നമ്മുടെ സ്വന്തം യുക്തമായി അവൻ്റെ ജ്ഞാനത്തെ സംയോജിപ്പാനുള്ള കഴിവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് പ്രകൃതിദത്തമായ ലോകത്തിലെ അവൻ്റെ ഗംഭീരമായ ഡിസൈനുകളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാമെന്ന് പരിഗണിക്കുക. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഏത് ഭാഗമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്? അതെങ്ങനെയാണ് ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത്? പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, അങ്ങയുടെ സൃഷ്ടിയെ ഞാൻ പരിഗണിക്കുമ്പോൾ അങ്ങനെ ജ്ഞാനം കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. താങ്കൾ. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.